ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിൻ്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയമ്മ ആ വാടക കൊലയാളിയുമായിട്ടുള്ള ബന്ധം അങ്ങ് പുതുക്കുകയാണ്. അപ്പോൾ ചെന്നൈയിലുള്ള ലക്ഷ്മി അമ്മയുടെ ചില സ്ഥാപനങ്ങളുടെ നടത്തിപ്പും കാര്യങ്ങളും അവിടെ ഒരു തൊഴിലാളിയൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്ന ആളാണ് ഈ വന്ന മുത്തു. അങ്ങനെ മുത്തുവിനോട് റെസ്റ്റോറൻറ്റിൽ വെച്ച് ഭക്ഷണം കഴിച്ച് പിരിയാമെന്നുള്ള ഡീലും സംസാരിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ ലക്ഷ്മിയമ്മ അവിടെ അങ്ങനെ നിൽക്കുക. ഈ സമയത്താണെങ്കിലോ കാർത്തിക ലക്ഷ്മിയമ്മയെ വിളിച്ചു. അമ്മേ, എന്തായി? എൻ്റെ മോളെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എന്നെ കൊല്ലാൻ വേണ്ടി ആ മണ്ടൻ രാജപ്പനും ആ പോട്ടം പ്രകാശനും കൂടി ചേർന്ന് ഇറക്കിയിരുന്നത് നമ്മുടെ മുത്തുവിനെയാണ്. മുത്തുവോ? അപ്പം മുത്തു അവിടെ വന്നോന്ന് ചോദിക്കുകയാണ് കാർത്തിക. അതേ മോളെ, അവൻ വന്ന വരവും ആ ഒരു ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും അങ്ങ് ഞെട്ടിയായിരുന്നു. പിന്നെ അവൻ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴാ മേഡം എന്താ ഇവിടെ എന്ന് ചോദിച്ചത്. അമ്മ, ഞാനും കിരണും അതുപോലെ കല്യാണിയും കൂടി അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്നും പറഞ്ഞ് കാർത്തിക ഫോൺ വെക്കുക. പിന്നീടാണെങ്കിലോ ഈ ലക്ഷ്മിയമ്മ പറഞ്ഞതനുസരിച്ച് മുത്തു ആണെങ്കിലോ ഇവരെ കൊന്നു എന്നുള്ള കാര്യം പ്രകാശനോടും രാജപ്പനോടും പറയാൻ വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാണ്. അവരാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി ആകാംക്ഷയോടു കൂടി ഇവൻ എന്താ പറയാൻ വരുന്നതെന്നൊക്കെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. എന്തായി മുത്തു? നമ്മൾ വിചാരിച്ചതുപോലെയും നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് രാജപ്പൻ ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നു സാറേ, മുത്തു ഒരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലെന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ഞാനും രാജപ്പണ്ണനും തമ്മിലുള്ള ഡീല് അങ്ങനെയല്ലേ നടന്നിട്ടുള്ളൂ. ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നടന്നിരിക്കുന്നത്. ഈ നിൽക്കുന്ന പ്രകാശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആദ്യ ഭാര്യ ലക്ഷ്മി, അവർ ക്ലോസ് ആയി. അവരെ ഞാനങ്ങ് തീർത്തു. സത്യമാണോടാ നീ പറയുന്നത്? എൻ്റെ അണ്ണ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് പ്രകാശൻ നല്ല സന്തോഷത്തിൽ അങ്ങ് അർമാദിക്കുകയാണ്. അപ്പം ഈ മുത്തു ആണെങ്കിലോ, അതേടാ അതെ, നിനക്കുള്ള പങ്ക് അവർ വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക. അല്ല, എന്നിട്ട് അവളുടെ ബോഡി അതെന്ത് ചെയ്തു? അവളുടെ ബോഡി ആരും അറിയാതെ, ചെവി അറിയാതെ ഞാൻ മറവ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഇതിന് പിന്നാലെ എന്തെങ്കിലും ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ അറിയാലോ, ഞാൻ കുടുങ്ങിയാൽ നിങ്ങളും കുടുങ്ങും. അതുകൊണ്ട് ബാക്കി തരാനുള്ള പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ നാട് തന്നെ വിട്ടു പോയിക്കോളാന്നും പറഞ്ഞ് മുത്തു കിട്ടാനുള്ള കാശും വാങ്ങിച്ച് അവിടെ നിന്ന് ടാറ്റ പറഞ്ഞു പോവുക. അതിനുശേഷം ഈ സന്തോഷം രാജപ്പനോട് പങ്കുവെക്കുക നമ്മുടെ പ്രകാശൻ. അണ്ണ, മല പോലെ വന്നത് എലി പോലെ പോയെന്ന് പറയുന്നത് പോലെയാണ്. ആ കിരണും കല്യാണിയൊക്കെ ചേർന്നിട്ട് അവരെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടിപ്പം അവളുടെ ശവശരീരം പോലും കിട്ടാത്ത അവസ്ഥയായില്ലേ? എന്തായാലും എനിക്ക് സന്തോഷമായി. എൻ്റെ ആദ്യത്തെ ഭാര്യയെ ഒരുത്തൻ വാടക കൊലയാളി കൊന്നു കളഞ്ഞു. ഇപ്പം എൻ്റെ രണ്ടാമത്തെ ഭാര്യയാണെങ്കിലോ അവളും ഞാനും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞു. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ആരാണ്? സാക്ഷാൽ മഹാലക്ഷ്മി. അപ്പം ആ മഹാലക്ഷ്മി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രകാശൻ്റെ ജീവിതത്തിൽ മൊത്തത്തിൽ പ്രകാശമായിരിക്കും. ഈ പ്രകാശനുണ്ടല്ലോ, നിലത്ത് നിൽക്കില്ല, അത്ര രീതിയിൽ അങ്ങ് ഉയരും. എടാ, നീ ഉയരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഇതിനൊക്കെ ചിക്കിളി ഇറക്കി കളിച്ചത് ഞാനാണ്. ഈ രാജപ്പണ്ണനെ നീ മറക്കരുത് കേട്ടോ എന്ന് രാജപ്പനൊന്ന് ഓർമ്മിപ്പിച്ചു. അണ്ണൻ എന്ത് വർത്തമാനം ഈ പറഞ്ഞത്? അണ്ണൻ ഒരു കാരണം വെച്ചാലും വിഷമിക്കണ്ട. അണ്ണന് തരാനുള്ളത് അതിനേക്കാട്ടിലും കുറച്ച് കൂടുതലും കൂടി ഈ സന്തോഷത്തിൻ്റെ പുറത്ത് ഞാൻ തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ കാർത്തിക മോളുടെ അമ്മയെ നീ വിവാഹം കഴിക്കും. ആ ഒരു ചടങ്ങ് കഴിഞ്ഞാൽ എനിക്കും കിട്ടാനുള്ളത് കിട്ടും, നീയും രക്ഷപ്പെടും. അത് തന്നെയാണ് വേണ്ടത്. ഇനി എന്തായാലും 9-ാം തീയതി എന്ന് പറയുന്ന ദിവസം കോടതി കൂടുന്ന സമയത്ത് ലക്ഷ്മി എന്ന് പറയുന്നവൾ ഈ നാട്ടിലോ ഈ ഭൂമുഖത്തോ ഇല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കും. അന്ന് മാത്രമേ ഇനി ആൾക്കാർ ആ കാര്യം മനസ്സിലാക്കുള്ളൂ എന്നും പറഞ്ഞ് നല്ല സന്തോഷത്തിൽ ഇന്നത്തെ രാത്രി എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞ് അർമാദിക്കുന്ന പ്രകാശനെ കാണിക്കുക. പിന്നീടാണെങ്കിലോ നമ്മുടെ ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് കിരണും കല്യാണിയും അതുപോലെ കാർത്തികയും കൂടി എത്തി. ഇവരെല്ലാവരും കൂടി ചേർന്ന് പ്രകാശനെ എങ്ങനെ പൂട്ടാമെന്നുള്ള കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. മോളെ, ആ പോട്ടം വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ മരിച്ചു പോയെന്ന. എൻ്റെ നാട്ടിൽ എൻ്റെ ഉപ്പും ചോറും തിന്ന് വളർന്ന ഒരുത്തനെയാണ് എന്നെ കൊല്ലാൻ വേണ്ടി കത്തിയും കൊടുത്ത് വിട്ടത്. എന്നിട്ട് അവനാണെങ്കിലോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രകാശൻ്റെ അടുത്ത് പോയി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി പ്രകാശന് മുന്നിൽ ഈ ലക്ഷ്മി ഒരു യക്ഷിയായിട്ട് അവതരിക്കും. ആ രീതിയിലൊക്കെ നമ്മുടെ കല്യാണിയോടും കിരണിൻ്റെ അടുത്തുമൊക്കെ ലക്ഷ്മി അമ്മ ഇങ്ങനെ പറയുമ്പോൾ, അമ്മ, ഇതവസാനം തീക്കളിയാകുമോ? ഒരിക്കലും ഇല്ല മോളെ. എങ്ങനെ തീക്കളിയാകാനാണ്? എൻ്റെ കാർത്തിക മോളാണ് ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ. എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രകാശൻ ഈ സത്യങ്ങളൊക്കെ അറിയുന്നത് വരെ അവനെ നമ്മൾ നല്ലതുപോലെ അങ്ങ് വലിപ്പിക്കും. അവനെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തകർത്ത് തരിപ്പണമാക്കണം.
എന്നാൽ മാത്രമേ ഞാനും മോളുടെ അമ്മയൊക്കെ അനുഭവിച്ച ആ സങ്കടങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ആകുള്ളൂ എന്നും ഇവളിങ്ങനെ പറയുക. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ ബകാസുരൻ തലയ്ക്ക് അടിയൊക്കെ കൊണ്ട് ആശുപത്രി കിടക്കുകയാണല്ലോ. അപ്പൊ പുള്ളിക്കാരന്റെ വിവരങ്ങളൊക്കെ പറയാൻ വേണ്ടി മനോഹരൻ വീട്ടിലേക്ക് വരികയാണ്. സരയുവാണെങ്കിലോ മനുവേട്ട എന്തായി, അച്ഛൻ രക്ഷപ്പെടുവോ, അച്ഛന് വലിയ പരുക്കൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് മനുവിൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ അച്ഛൻ്റെ കാര്യമൊന്നും പറയണ്ട മോളെ, അച്ഛന് നല്ല സ്റ്റിച്ചുണ്ട്. എന്നാലും നിന്റെ അമ്മ എന്തിനാ ഈ ചതി അച്ഛനോട് ചെയ്തതെന്ന് അവൻ ഇങ്ങനെ അന്വേഷിക്കുക. ആ സമയത്ത് നമ്മുടെ സരയുവിന് ദേഷ്യം വന്നിട്ട് സരയു പറയുക, എൻ്റെ പൊന്നു മനുവേട്ട, ഈ ഭ്രാന്താലയത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പറക്കണം, അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. മനുവേട്ടൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. എടി മോളെ, ഇപ്പം നമ്മൾ പറഞ്ഞാലും കുഞ്ഞ് ചെറുതല്ലേ, കൊച്ചു കുറച്ചുകൂടെ വലുതായാലല്ലേ നമുക്ക് അമേരിക്കയിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അമേരിക്കയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ രക്ഷപ്പെടണോടി, നിന്നെ ഉപേക്ഷിച്ച് നീ കുറച്ച് അനുഭവിക്കാനുണ്ടെന്നൊക്കെ ഇവൻ ഇങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിലോ സരയെ ചോദിച്ചു, മനുവേട്ടനോടാ ഞാൻ ഈ പറയുന്നത്, എത്രയും പെട്ടെന്ന് നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോവാന്നേ, അച്ഛനും അമ്മയും കൂടി തല്ലി എങ്ങനെയാന്ന് വെച്ചാൽ തീർന്നോട്ടെ, നമ്മളിനി അവരെക്കുറിച്ച് ചിന്തിക്കേണ്ട, നമ്മളായി നമ്മുടെ പാടായി, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സരയും ഇങ്ങനെ മനുവിൻ്റെ അടുത്ത് കൂടുകയാണ്. എന്തായാലും ഞാൻ നിന്റെ അമ്മയൊന്ന് എന്ന് കാണട്ടെ, അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് അവരോട് തന്നെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് മനോഹരൻ നേരെ ചെല്ലുകയാണ് ശാരിയുടെ അടുത്തേക്ക്. ശാരിയുടെ ആ ഒരു വട്ടും ഭാവവും ഒന്നും ഇപ്പോഴും അങ്ങ് തണുത്തിട്ടില്ല. മനുവിനെ കണ്ട പാടെ തന്നെ ശാരി വയലൻ്റ് ആവാൻ തുടങ്ങി. നീയും വന്നുവല്ലേ, നിനക്ക് സമാധാനം ആയോടാന്ന് ചോദിക്കുക. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഭർത്താവിൻ്റെ തല അടിച്ച് പൊട്ടിച്ചതുപോലെ എന്നെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ മുതിർന്നു കഴിഞ്ഞാൽ അറിയാലോ, നിങ്ങൾ ഭയപ്പെടുന്ന ചില രഹസ്യങ്ങൾ നിങ്ങളുടെ മകൾ അറിയുകയും ചെയ്യും. അതിനുശേഷം അവൾ ഏറ്റവും അധികം വെറുക്കുന്നത് നിങ്ങളെ തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു ഭീഷണി, ആ ഭീഷണിക്ക് മുന്നിൽ പാവം നമ്മുടെ ശാരി പതറി നിൽക്കുകയാണ്. എന്തായാലും ബകാസുരൻ്റെ തലക്കടിച്ചതുപോലെ അത്ര കണ്ട് എളുപ്പമല്ല ഈ മനോഹർ എന്ന് പറയുന്നവനെ ഒതുക്കാൻ എന്നുള്ള കാര്യം ശാരിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അങ്ങനെ ശാരി ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനു ആണെങ്കിലോ ഈ എൻ്റെ അടുത്ത് കളിയൊന്നും നടക്കില്ല പെണ്ണുപിള്ളയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാസ് ഡയലോഗൊക്കെ അടിച്ചിട്ട് പുള്ളിക്കാരൻ നടന്നു പോകുന്നത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ അതാ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.